ഇനിയിപ്പോൾ എത്രയൊക്കെ രുചികൾ മാറി മാറി വന്നു എന്ന് പറഞ്ഞാലും ആ പഴമയുടെ രുചിക്കൂട്ട് അതിൻ്റെ തട്ട് താണ് തന്നെ ഇരിക്കും. ഇന്നിനി നമുക്ക് ആ പഴയകാല രുചിക്കൂട്ടിലേക്ക് ഒന്ന് പോയാലോ? ഒരു പാനിൽ ചെറിയൊരുള്ള ശർക്കര ഇട്ട് അര ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുക്കാം. ആ സമയം കൊണ്ട് നല്ലപോലെ പഴുത്ത 2 ഏത്തയ്ക്ക എടുത്ത് ഇതുപോലെ റൗണ്ടിൽ മുറിച്ചെടുക്കാം. ഒരുപാടൊന്നും നേരിയതായി കട്ട് ചെയ്യാതെ ഈ ഒരു കട്ടിയിൽ വേണം അത് മുറിച്ചെടുക്കാനായിട്ട്. ആ സമയം കൊണ്ട് നമ്മുടെ ശർക്കരപ്പാനി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ശർക്കരപ്പാനി അരിച്ചു മാറ്റി അതേ പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ഒരു പിടി ചിരുവിയ തേങ്ങയിട്ട് ഒന്ന് വഴറ്റി ഇനി കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും എല്ലാം ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഏത്തക്കായും ചേർത്ത് കൊടുത്ത് നെയ്യിൽ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റി നേരത്തെ അരിച്ചു മാറ്റി വെച്ച് ശർക്കരപ്പാനിയും കൂടെ ചേർത്ത് കൊടുത്ത് ഏത്തയ്ക്ക ഉടയാതെ പതിയെ ഇളക്കി യോജിപ്പിച്ച് ഈ നെയ്യിലും ശർക്കരയിലും ഒക്കെ കിടന്ന് നമ്മുടെ ഏത്തയ്ക്ക നന്നായി ഒന്ന് വിളയിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ശർക്കരപ്പാനിയും തേങ്ങയും എല്ലാം ഏത്തയ്ക്കയിൽ പിടിച്ചതാ ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് കഴിക്കണേനൊരു രീതിയുണ്ട് കേട്ടോ. ഇതുപോലെ ഒരു കാച്ചിയ പപ്പടം എടുത്ത് പൊട്ടിച്ച് ഈ പപ്പടവും നമ്മുടെ പഴം വിളയിച്ചതും കൂടി വേണം കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്കും കഴിക്കാൻ തോന്നുന്നില്ലേ? എന്നാൽ എന്തിനാ സമയം കളയുന്നത്? പെട്ടെന്ന് എന്ന് ഉണ്ടായിരിക്കും. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇത്തരം ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.